കോഴിക്കോട് നഗരത്തിൽ വൻ ലഹരിവേട്ട 27 ഗ്രാം MDMA പിടിച്ചെടുത്തിരിക്കുന്നു. ഈ MDMA പിടിച്ചെടുക്കപ്പെടുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് യുവതികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബിന പി ചിറക്കൽ വിവരങ്ങൾ നൽകുന്നു. ഈ പ്രതികളാകുന്ന ഈ സ്ത്രീകൾ, ഈ യുവതികൾ എത്ര പേരുണ്ട്? മൊത്തം എത്ര പേരാണ് 27 ഗ്രാം MDMA-യുമായി പിടിയിലായിരിക്കുന്നത്? ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് നഗരമധ്യത്തിൽ വെച്ച് 2 സ്ത്രീകളെയും അതുപോലെ തന്നെ മറ്റു 2 യുവാക്കളെയും പിടികൂടുന്നത്. ഇതിൽ ഒരാൾ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറാണ് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഈ 2 പേർ, ആദ്യം ഇവരുടെ വിശദാംശങ്ങൾ നൽകാം. കണ്ണൂർ എളയാവൂർ സ്വദേശി അമർ, കതിരൂർ സ്വദേശിനി ആതിര, പയ്യന്നൂർ സ്വദേശിനി വൈഷ്ണവ്, കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി വാഹിദ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ 2 യുവാക്കളും യുവതികളെ കൂടെ കൂട്ടാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ അമർ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ മാനേജറാണ്. ഇയാൾ മറ്റു കുട്ടികളെയും, അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഉൾപ്പെടെ ഈ ലഹരി ഉപയോഗത്തിനും അതുപോലെ തന്നെ വിൽപ്പനയ്ക്കും കുട്ടികളെയും സ്ത്രീകളെയും കൂടെ കൂട്ടാറുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിലേക്ക് പ്രധാനമായും ഈ കുട്ടികളെയും സ്ത്രീകളെയും ഈ ലഹരി ഉപയോഗത്തിനും അതുപോലെ തന്നെ വിൽക്കാനും കൂടെ കൂട്ടുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക്, പോലീസിനുൾപ്പെടെ യാതൊരു വിധത്തിലും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അമർ മൊഴി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ പോലീസ് ശക്തമാക്കിയിരിക്കുന്നുണ്ട്. ഈ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. പ്രധാനമായും മാളുകൾ, ടർഫുകൾ, ബീച്ചുകൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധനകളെല്ലാം നടന്നു വരുന്നത്. ഈ പരിശോധന നടക്കുന്നതിനിടെയാണ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് കേന്ദ്രീകരിച്ച, കോഴിക്കോട് ഒരു പ്രധാന സ്ഥലത്തേക്കാണ് എന്ന് മാത്രമാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇവിടേക്ക് ഇത്തരത്തിൽ MDMA കൊണ്ടെത്തിക്കുന്നതിനിടെയാണ് നഗരമധ്യത്തിൽ വെച്ച്, ആകാശവാണിക്ക് സമീപത്ത് വെച്ച് ഇവർ കൂടിരുന്ന് സംസാരിക്കുന്നതിനിടെയാണ് പോലീസിന് സംശയം തോന്നി ഇവരെ ചോദ്യം ചെയ്യുന്നതും പിന്നീട് ഇവരുടെ കാറിൽ നിന്നും 27 ഗ്രാമോളം ഉണ്ടാകുന്ന MDMA പോലീസ് പിടികൂടുകയും ചെയ്യുന്നത്. MS